మేడు కళగారండే కాలే కాలే వెళకూదయ్యా కాలే కాలే వెళకూదయ్యా కయ్యే కయ్యే వెళకూదయ్యా లాలే 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 లీలో 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 അത്തികേത് മെഗറാളാകോ വടുക മേലെ വൈക്കാം പില്ലോ അത്തികേത് പല്ലാളാകോ വിക്കി സെമ്പാതെല്ലാരിസ്യോ അടിപൊളി അടിപൊളി അടിപൊളി. അതായത് ഈ വർഷം ആദ്യമായി മത്സരത്തേക്ക് അതായത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയ ഒരു കലാരൂപമാണ് ഇരുളോ നൃത്തം. അതെ, ഏതാണ് നിങ്ങളുടെ ജില്ല? കോഴിക്കോട് ഏത് സ്കൂളാ? സിൽവർ ഹിൽസ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഒക്കെ? അടിപൊളി. അടിപൊളി. റിസൾട്ട് വന്നില്ലേ? ആ എത്ര ടീം ഉണ്ടായിരുന്നു അറിയോ? ഏകദേശം ഇവിടെ അറിഞ്ഞില്ല അവര്. അല്ല, എത്ര ടീം ഉണ്ടായിരുന്നു അറിയോ? 21 ടീം ഉണ്ടായിരുന്നോ? അയ്യോ. ആ, അപ്പൊ കട്ടി മത്സരമായിരുന്നല്ലേ? ടൈമല്ലേ ഇരുള നൃത്തം പഠിക്കുന്നത് അല്ലേ? കോമ്പറ്റീഷൻ. എത്ര നാളെടുത്ത് പഠിക്കാൻ? 3 മാസം 3 മാസം 2 മാസം 3 മാസം 2 മാസം. അപ്പൊ ഈ 2 മാസം ക്ലാസ് കയറിയിട്ടില്ല അല്ലേ? ആ, എനിക്കറിയാം. യെസ്. അപ്പൊ ഇങ്ങനെ 5 വ്യത്യസ്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു കലോത്സവമായി 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുന്നുണ്ട്. അതും തലസ്ഥാന നഗരത്തിൽ നടന്ന ഈ മത്സരം. എന്തായാലും ഇനി മിനിറ്റുകൾക്കകം അങ്ങനെ ആ അറിയിപ്പ് വരും. ആരാണ് ഇത്തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുന്നത്? കഴിഞ്ഞ വർഷം പ്രവിധ ഏറ്റവും അവസാനം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും കപ്പ് നേടുക എന്നറിയാൻ മാധ്യമങ്ങൾ ഇങ്ങനെ കാതുകൂർത്തിരുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, കേരളം മുഴുവൻ. കാരണം എന്താണെന്നറിയോ, ഏറ്റവും അവസാനം ഉണ്ടായത് സ്കിറ്റായിരുന്നു, ഇംഗ്ലീഷ് സ്കിറ്റ്. അതിൽ വിജയിക്കുന്നയാൾ കപ്പ് നേടും എന്നൊരു അവസ്ഥ വന്നു. ഇനി ബാക്കിയുള്ളത് ഒരേ ഒരു ഐറ്റം, ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റ് മത്സരമാണ്. അതിൽ ആരാണ് കൂടുതൽ പോയിന്റ് നേടുന്നത്? കണ്ണൂർ നേടിയാൽ പക്ഷേ ഇല്ല, ചാൻസ് ഇല്ല, സ്വർണ്ണക്കപ്പടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ തൃശ്ശൂരോ പാലക്കാടോ അവർ എത്ര പോയിന്റ് നേടുന്നത് ക്രൂഷ്യലാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും സ്കിറ്റ് മത്സരം അത് ഇത്തവണ വിധി നിർണയിക്കും എന്നുറപ്പാണ്. അല്പനിമിഷങ്ങൾക്കകം ആ റിസൾട്ട് വരും. ആ റിസൾട്ടുമായി ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക്